ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിഷിൻ. ഇന്ന് നമുക്ക് 2025 കാനഡയിൽ PR കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ. 2025 ജനുവരി മുതൽ ജൂൺ വരെ മൊത്തം നമ്മൾ നോക്കുവാണെങ്കിൽ 37,000 ഇൻവിറ്റേഷൻസ് ആണ് റിസീവ് ചെയ്തേക്കുന്നത്. ഈ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തേക്കുന്നത് 4 കാറ്റഗറിയിലാണ്. ഒന്ന് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറി, രണ്ടാമത്തെ പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാം, മൂന്നാമത്തെ ഫ്രഞ്ച് ലാംഗ്വേജ് സ്കിൽസ്, നാലാമത്തെ കാറ്റഗറി ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഇനി നമുക്ക് ഓരോ മാസവും എത്ര ഇൻവിറ്റേഷൻ കിട്ടിയെന്നും അതൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ് കിട്ടിയെന്നും നോക്കാം. ജനുവരി മാസത്തിൽ മൊത്തം 3 ഇൻവിറ്റേഷൻസ് ആണ് വന്നേക്കുന്നത്. 2 ഇൻവിറ്റേഷൻ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയിൽ നിന്നും 1 ഇൻവിറ്റേഷൻ പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാമിൽ നിന്നുമാണ്. ഫെബ്രുവരി മാസത്തിൽ മൊത്തം 4 ഇൻവിറ്റേഷൻസ് ആണ് റിസീവ് ചെയ്തേക്കുന്നത്. 2 പ്രൊവിൻസ് നോമിനേഷന്റെ ഇൻവിറ്റേഷൻസും 1 ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ഇൻവിറ്റേഷനും 1 കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയുടെ ഇൻവിറ്റേഷനും, മൊത്തം 4 ഇൻവിറ്റേഷൻസ് ഫെബ്രുവരിയിൽ റിസീവ് ചെയ്തു. ഫെബ്രുവരി തന്നെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയിൽ CRS പോയിന്റ് വന്ന് 521 ആയിരുന്നു. മൊത്തം 4,000 ആൾക്കാരെ ഇൻവൈറ്റും ചെയ്തായിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ വന്ന വലിയൊരു ചേഞ്ച് ആയിരുന്നു ഫ്രഞ്ച് ലാംഗ്വേജ് ഇൻവിറ്റേഷൻ. മൊത്തം 6,500 ഇൻവിറ്റേഷൻസ് ആണ് ഫെബ്രുവരിയിൽ ഫ്രഞ്ച് ലാംഗ്വേജ് കാറ്റഗറി വരെ ഇൻവൈറ്റ് ചെയ്തത്. അതും CRS പോയിന്റ് 428. ഈ ഒരു ഡ്രോ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയുള്ള കോഴ്സിലെല്ലാം ചേർന്നു എന്ന് കേട്ടായിരുന്നു. പിന്നെ മാർച്ച് മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും മൊത്തം 4 ഇൻവിറ്റേഷൻസ് ആണ് വന്നേക്കുന്നത്. അടുത്ത് 2 ഫ്രഞ്ച് ലാംഗ്വേജും 2 പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാമും. മാർച്ച് മാസം നടന്ന ആദ്യത്തെ ഫ്രഞ്ച് ലാംഗ്വേജ് കാറ്റഗറി ഇൻവിറ്റേഷനിൽ 410 പോയിന്റ് ആയിരുന്നു CRS. അതുവഴി 4,500 ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തത്. മാർച്ച് മാസത്തിൽ തന്നെ നടന്ന രണ്ടാമത്തെ ഫ്രഞ്ച് ഡ്രോ ഇൻവിറ്റേഷനിൽ 379 ആയിരുന്നു CRS പോയിന്റ്. 7,500 ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ഈ ഒരു ഇൻവിറ്റേഷൻ കൂടി വന്നതിന് ശേഷം ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നവരുടെ ആത്മവിശ്വാസം വളരെയധികം കൂടുകയും വേറെ ഒരുപാട് ആൾക്കാർ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ ചേരുകയും ചെയ്യുന്നതായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്കും ഒരുപാട് ഏജൻസിയിൽ നിന്ന് കോൾ വന്നിരുന്നു. അവർ ഫ്രഞ്ച് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് തരാം, $30,000 കൊടുത്താൽ മതി, അല്ലെങ്കിൽ $25,000 കൊടുത്താൽ മതി എന്ന രീതിയിൽ ഒരുപാട് പേര് ഞങ്ങളെയും അപ്രോച്ച് ചെയ്തായിരുന്നു. പിന്നെ അതൊന്നും എത്രത്തോളം ജെനുവിൻ ആണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് തലവെക്കാൻ പോയില്ല. പിന്നെ വരുന്ന ഏപ്രിൽ മാസത്തിൽ 2 ഇൻവിറ്റേഷൻ ആണ് നടന്നേക്കുന്നത്. 2 ഇൻവിറ്റേഷനും പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാം വഴിയാണ് നടന്നേക്കുന്നത്. അത് കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും മൊത്തം 4 ഇൻവിറ്റേഷൻ ആണ് വന്നേക്കുന്നത്. അതിനകത്ത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറി ഉണ്ട്, പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാം ഉണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം കാറ്റഗറി ഉണ്ട്, പിന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് കാറ്റഗറി ഉണ്ട്. ഫെബ്രുവരിക്ക് ശേഷം മെയ്യിലായിരുന്നു ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറി ഇൻവിറ്റേഷൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ പോയിന്റ് 547 ആയിരുന്നു. ഫെബ്രുവരി മാസത്തിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയിൽ 521 ആണ് പോയിന്റ് എങ്കിൽ മെയ് ആയപ്പോഴത്തേക്കും 547ലേക്ക് ഉയർന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ മൊത്തം ഇതുവരെ 5 ഇൻവിറ്റേഷൻസ് ആണ് നടന്നേക്കുന്നത്. ജൂണിൽ പ്രൊവിൻസ് നോമിനേഷന്റെ 3 ഇൻവിറ്റേഷനും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയുടെ 1 ഇൻവിറ്റേഷനുമാണ് വന്നേക്കുന്നത്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയിൽ 529 CRS പോയിന്റിൽ 3,000 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 547 പോയിന്റ് എങ്കിൽ ഈ മാസം 529ലേക്ക് വീണ്ടും കുറഞ്ഞിട്ടുമുണ്ട്. ഈ മാസം മൊത്തം 5 ഇൻവിറ്റേഷൻ ഇതുവരെ നടക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറി കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറി അല്ലെങ്കിൽ പ്രൊവിൻസ് നോമിനേഷൻ പ്രോഗ്രാം വഴിയായിരിക്കും. കഴിഞ്ഞ ഒരു 6 മാസത്തെ റിപ്പോർട്ട് നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ ഇനി വരുന്ന ആളുകൾ PR കിട്ടാനുള്ള സാധ്യതകൾ കൂടി വരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഡ്രോകളുടെ ഇൻവിറ്റേഷൻസ് കൂടുന്നുണ്ട്. ഗവൺമെന്റ് ചേഞ്ച് ചെയ്തും വളരെ വലിയൊരു പോയിന്റ് ആയിട്ട് വേണം നമുക്ക് വിലയിരുത്താൻ. അപ്പം ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ദെൻ.